ഹരേ രാമ ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു, എന്നെ എപ്രകാരമാണോ എന്നെ ആരാധിക്കുന്നത് അവരെ അപ്രകാരമേ എനിക്ക് അനുഗ്രഹിക്കാൻ കഴിയൂ. പലരും എന്നെ ആരാധിക്കുന്നുണ്ടെങ്കിലും മനസ്സിനെ പാകപ്പെടുത്താതെ ആരാധിച്ചതുകൊണ്ട് അവരുടെ ആരാധനയ്ക്ക് വേണ്ടത്ര ഫലം കിട്ടുന്നില്ല, പ്രയോജനവും കിട്ടുന്നില്ല, ഒരു ഗുണവും കിട്ടുന്നില്ല, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുമില്ല. അതുകൊണ്ട് മനസ്സില്ലാതെ, മനസ്സിൽ തൊടാതെ, മനസ്സിൽ പതിയാതെ, മനസ്സിൽ മുഴുകാതെ ആരാധന കൊണ്ട് ഒരു കാര്യവുമില്ല. ഇത് ഉറപ്പിക്കുക. ഭഗവാന്റെ ഒരു അനുഗ്രഹവും കിട്ടില്ല. എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ തട്ടിക്കൊണ്ട്, മനസ്സിൽ മുഴുകിക്കൊണ്ട്, മനസ്സിൽ ഭഗവാനെ ചേർത്ത് കൊണ്ട് വിളിക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞൊന്ന് വിളിക്കുക. തീർച്ചയായും ഭഗവാൻ കൂടെയുണ്ടാകും. ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും. കാരണം മനസ്സ് എപ്രകാരമാണോ അപ്രകാരമാണ് അനുഗ്രഹം എന്നോർക്കുക. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഈശ്വരാനുഗ്രഹം കിട്ടാത്തത്. ഈശ്വരൻ എന്നെ കൈവിട്ടു, എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ, ഇനി മാറില്ല എന്ന് പറഞ്ഞ് ഈശ്വരനെ ഉപേക്ഷിച്ചു പോകും. പിന്നെ എങ്ങനെ ഈശ്വരാനുഗ്രഹം കിട്ടാനാണ്? ആരാണ് കുറ്റക്കാർ? മനുഷ്യർ തന്നെ. മനുഷ്യരുടെ ചഞ്ചലമായ മനസ്സ് തന്നെ. മനസ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അനുഗ്രഹവും. അങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെയാണ് ഇങ്ങോട്ടും. സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തുക. ദൈവിക അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയൂ. ഭഗവാനെ എല്ലാവർക്കും അതിനുള്ള മനസ്സ് ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.